അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ജോളി ജെയിംസ്. ഞാൻ ചന്ദ്രനഗർ ഇടവയിൽ നിന്ന് വരുന്നു. ഞങ്ങൾക്ക് എപ്പോൾ കാറെടുത്ത് പുറത്തിറങ്ങിയാലും ഭയങ്കര ആക്സിഡൻസാണ്. അച്ഛൻ എപ്പോഴും ചോദിക്കും ആക്സിഡൻറ്റുകളുണ്ടല്ലേ എന്ന് പറഞ്ഞാൽ അച്ഛൻ വചനം പറഞ്ഞു തരികയും ചൊല്ലുകയും ചെയ്യും. എന്നാലും ഈ ആക്സിഡൻറ്റ് നടക്കും. അപ്പോൾ അച്ഛൻ പറയും ഇറങ്ങുമ്പോഴെല്ലാം കൊന്ത ഇറങ്ങണം. അങ്ങനെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാതെ ഇറങ്ങുന്ന പ്രശ്നമില്ല, പോകുമ്പോഴും വരുമ്പോഴെല്ലാം കൊന്ത ചൊല്ലും. അങ്ങനെ ഇരിക്കെ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആക്സിഡൻസ് ഒന്നുമില്ല. അപ്പം ഞാൻ സിസ്റ്ററിൻ്റെ അടുക്ക കൗൺസിലിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, സിസ്റ്റർ ജോസിയായിട്ട് അടുക്ക. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ശുദ്ധിരാത്മാക്കൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുമോ അങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് പ്രാർത്ഥിക്കുക, അവരെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഈശോയുടെ എപ്പോഴും ചോദിക്കും ഞാനീ പ്രാർത്ഥിച്ചിട്ട് വല്ല ഗുണമുണ്ടോ, ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടോ അങ്ങനെ ചോദിക്കും. പക്ഷേ ഈശോ അതിനൊന്നും ഉത്തരവൊന്നും പറയാറില്ല, വെറുതെ ഇങ്ങനെ കണ്ണടച്ച് കാണിക്കും. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ചേച്ചി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിരനിരയായിട്ട് ആളുകൾ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. മാത്രമല്ല നിങ്ങളുടെ വണ്ടി ആക്സിഡൻ്റ് ആകുന്ന സമയത്തെല്ലാം മുട്ടാൻ പോകുന്ന വണ്ടിയുടെ ഇടയ്ക്കും ഞങ്ങളുടെ വണ്ടിയുടെ ഇടയ്ക്ക് നടുഭാഗത്ത് ശുദ്ധിരാത്മാക്കൾ നിന്ന് സംരക്ഷണം നൽകുന്നതായിട്ട് കാണുന്നെന്ന് പറഞ്ഞു. ഈ വാക്ക് എന്നെ ഒരുപാട് ആശ്വസിപ്പിച്ചു. കാരണം ഞാൻ എൻ്റെ പപ്പായെ കണ്ടിട്ടേ ഇല്ല. പപ്പ മരിച്ചിട്ട് കുറേ വർഷങ്ങളായി. പപ്പയ്ക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു, കുറേ കുർബാനകളൊക്കെ അർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഇരിക്കാൻ ഞാൻ ഈശോയോട് ചോദിക്കുമായിരുന്നു എൻ്റെ പപ്പ രക്ഷപ്പെട്ടോ. അപ്പം ഒരു ദിവസം കുമ്പസാരിക്കാൻ പോയപ്പോൾ കുമ്പസാരക്കാരൻ എന്നോട് പറഞ്ഞു അപ്പനെയും അമ്മയും സ്വർഗ്ഗം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ദൈവം മെസ്സേജ് തരുന്നുണ്ട്, നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് വൈദികർക്കും സന്യസ്തർക്കും അവരുടെ മരിച്ചുപോയവർക്ക് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചും അവരിൽ ആരും പ്രാർത്ഥിക്കാൻ ഇല്ലാത്തവർക്കും വേണ്ടിയിട്ടാണ്. ഇത് മുഖാന്തരമായിട്ട് വളരെയധികം കൃപകൾ അനുഗ്രഹങ്ങളും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ശുദ്ധിയാത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ശക്തമാണ്, നിങ്ങൾ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്.